بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الله الكريم وعلى آله وصحبه أجمعين. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ബഹുമാന്യരായ വിശ്വാസിനികളെ, പ്രപഞ്ചനാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ചിരുത്തവും ഈ പങ്കുവെക്കലും കേൾക്കലുമെല്ലാം ഒരു വലിയ സൽക്കർമ്മമായി നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഈമാനിനെ സംബന്ധിച്ചാണ് ചില വശങ്ങൾ ഇന്ന് നമ്മൾ ഒരുമിച്ച് കേൾക്കാനും പകർത്താനുമായി പോകുന്നത്. നമ്മളെല്ലാവരും വിശ്വാസികളാണ്, ഈമാനുള്ളവരാണ് എന്ന് പറയുന്നവരും അതനുസരിച്ച് പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുമാണ്. യഥാർത്ഥത്തിൽ എന്താണ് ഈമാൻ? എന്നിൽ എത്രമാത്രം ഈമാൻ ഉണ്ട്? ഈമാൻ ശക്തിപ്പെടുത്താൻ, വർദ്ധിപ്പിക്കാൻ ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന ഒരു ആലോചന വിശ്വാസികൾ നടത്തുക എന്നുള്ളത് വളരെ ഗൗരവപ്പെട്ട ഒരു വിഷയമാണ്. പ്രവാചകന്റെ അധ്യാപനങ്ങളും വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളും നമ്മളെടുത്ത് പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് ധാരാളം ഈമാനിനെ കുറിച്ച് സംസാരിച്ചതായിട്ട് കാണാൻ കഴിയും. അതിനടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പണ്ഡിതന്മാർ എന്താണ് ഈമാൻ എന്ന് വിശദീകരിക്കപ്പെടുന്നുണ്ട്. ഈമാനിനെ കുറിച്ച് 3 വചനമാണ് അത്തരം ഈമാനിന്റെ എല്ലാ സംസാരങ്ങളെയും ചേർത്ത് വെച്ചുകൊണ്ട് പണ്ഡിതന്മാർ പങ്കുവെക്കുന്നത്. അതിലൊന്ന് ഈമാനിന്റെ അടയാളം, ഫസ്റ്റ് അടയാളം, അത് ഇഅ്തിഖാദും ബിൽ ജനാൻ, നമ്മൾ അല്ലാഹുവിലാണ് വിശ്വസിക്കുന്നത് എന്ന് നമ്മളെ ഹൃദയം കൊണ്ട് നമ്മൾ ഉറപ്പിക്കലാണ്. അതിലൊരു ചലഞ്ചം, ഒരു കളങ്കമോ ഒരു ചാഞ്ചാട്ടമോ സംഭവിക്കാൻ പാടില്ല. ഹൃദയം കൊണ്ട് വിശ്വസിക്കുക. രണ്ടാമത്തെ ഖൗലും ബിൽ ലിസാൻ, ആ ഉള്ളിലുള്ള ഈമാനിക ബോധത്തെ നമ്മൾ പ്രകടമായി പറയണം. അത് നാവ് കൊണ്ടുള്ള പ്രഖ്യാപനം കൂടിയാണ്. ഒന്ന് ഹൃദയത്തിൽ വിശ്വസിക്കലാണ്, രണ്ടാമത്തത് നമ്മൾ നാവ് കൊണ്ട് പറയലാണ്. വിശ്വസിക്കലും പറയലും മാത്രമല്ല ഈമാൻ, അത് പൂർണ്ണമാവണമെങ്കിൽ അമലം ബിൽ അർക്കാൻ, നമ്മുടെ അവയവം കൊണ്ട്, ബാഹ്യ അവയവം കൊണ്ട് അവർ പ്രവർത്തിക്കലുമാണ്.
ഇതാണ് ഈമാനിനെ കുറിച്ച് വിശദീകരിക്കപ്പെടുന്നത്. ഒന്ന്, വിശ്വസിക്കുക. രണ്ട് നാവ് കൊണ്ട് അത് പറയുക. 3, നമ്മളത് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു വിശ്വാസി പ്രഖ്യാപിക്കുകയും പറയുകയും പ്രവർത്തിക്കുമ്പോൾ ചെയ്യുമ്പോഴാണ് അവർക്ക് അതിന്റെ മാധുര്യം, അതിന്റെ രുചി, അതിന്റെ ടേസ്റ്റ് അനുഭവിക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, പൊതുവെ മനുഷ്യരെന്ന് പറയുന്നത് എന്തൊന്ന് ചെയ്യുമ്പോഴും അവർക്കൊരു സന്തോഷം അവർ ആഗ്രഹിക്കും. ഒന്നിലേക്ക് പ്രവേശിക്കുമ്പോ എവിടേക്കെങ്കിലും ഒന്ന് പോവണമെങ്കിൽ എനിക്കതിൽ എന്ത് ആനന്ദം ലഭിക്കും, എനിക്കതിൽ എന്ത് സന്തോഷം ലഭിക്കും എന്നവർ ആലോചിച്ചതിനു ശേഷമേ അതിലേക്ക് അവർ നീങ്ങുകയുള്ളൂ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ഹലാവത്തുൽ ഈമാൻ, ഈമാനിനൊരു മധുരമുണ്ട്. ആ ഈമാനിന്റെ മാധുര്യം നിങ്ങൾ അനുഭവിക്കണം. നമ്മൾ സാധാരണ ഭക്ഷണം കഴിക്കുമ്പോൾ അതിന് രുചി ആസ്വദിക്കാറുണ്ട്, അനുഭവിക്കാറുണ്ട്. നമ്മളങ്ങനെ രുചിച്ച് ഭക്ഷിച്ച് ആമാശയം ഫില്ല് ചെയ്താൽ, രുചിയുള്ള ഭക്ഷണവും നമ്മളെ വിശപ്പും അടങ്ങിയാൽ നമുക്കുണ്ടാവുന്ന ഒരു സന്തോഷവും ഒരു ആനന്ദവുമുണ്ട്. നമുക്ക് വല്ലാത്തൊരു സുഖം തോന്നും. രുചിയൊന്നുമില്ലാത്ത ഭക്ഷണമാണെങ്കിലോ നമുക്ക് അങ്ങനത്തെ അവസ്ഥയും ഉണ്ടായിട്ടുണ്ടാവാം. വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല, ഗതികേട് കൊണ്ട് തിന്നുപോയതാണ്. പക്ഷെ വിശപ്പടങ്ങി. ഇത് നമ്മൾ മധുരമെന്ന് പറയുകയില്ല, രുചിച്ച് ഭക്ഷിച്ചു എന്ന് പറയുകയില്ല. അവിടെ പ്രവൃത്തി നടന്നിട്ടുണ്ട്, പക്ഷെ അതിന്റെ രുചി, അതിന്റെ ടേസ്റ്റ്, അതിന്റെ ആനന്ദം നമുക്ക് ലഭിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇതുപോലെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈമാനിനെ കുറിച്ചും വിശദീകരിക്കുന്നത്. ഈമാനിനും ഒരു രുചിയുണ്ട്. അത് നമ്മൾ ഈമാനിന്റെ ഭാഗമായി നമ്മൾ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഒരു സന്തോഷം രൂപപ്പെടണം. നമ്മൾ നമസ്കരിക്കും, മറ്റു സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യും. ആ സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ തന്നെ ആ സൽക്കർമ്മം ഒരു യാന്ത്രികമായി നിർവഹിക്കുന്നതോ അല്ലെങ്കിൽ ഒരു ചടങ്ങായി നിർവഹിച്ചാലോ അതിന്റെ മധുരം നമുക്ക് അനുഭവിക്കുക സാധ്യമല്ല. അല്ലെങ്കിൽ എല്ലാവരും തറാവി നിസ്കരിക്കുന്നു, ഞാൻ മാത്രം മാറി നിന്നാൽ അത് പ്രശ്നമാണ്. എല്ലാവരും വിത്ർ നമസ്കരിക്കുന്നു, കുനൂത്തിൽ പങ്കാളിയാകുന്നു, ഞാൻ മാത്രം മാറി നിൽക്കുന്നത് പ്രശ്നമാണ്. സത്യത്തിൽ അവിടെ സംഭവിക്കുന്നു, പക്ഷെ ഹലാവത്തുൽ ഈമാൻ അവിടെ ലഭിക്കുകയില്ല എന്നുള്ളതാണ്. അതിന്റെ മധുരം നമുക്ക് അനുഭവിക്കണമെങ്കിൽ നമ്മൾ എടുക്കുന്ന പ്രവൃത്തി അത് ആസ്വദിച്ച് ചെയ്യാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ മനസ്സിനൊരു സന്തോഷം രൂപപ്പെടണം. ഒരുപക്ഷെ നമ്മളൊരു സൽക്കർമ്മം ചെയ്യുമ്പോൾ നമുക്ക് സാമ്പത്തികമായി നഷ്ടമുണ്ടാകും, ശരീരത്തിന് വേദനകളോ ശാരീരിക പ്രയാസങ്ങളോ ഉണ്ടാകും. പക്ഷെ ഒരു അംശം പോലും മനസ്സിന് അത് അസ്വസ്ഥത ഉണ്ടാവാൻ പാടില്ല. മനസ്സിന് പ്രയാസമോ ചെയ്യുന്ന പ്രവൃത്തി മനസ്സിന് ഭാരമോ ഇടുക്കമോ സൃഷ്ടിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾ ഏത് നന്മ ചെയ്യുമ്പോഴും നിങ്ങൾക്കതിൽ സന്തോഷം കണ്ടെത്താൻ കഴിയണം. ഹൃദയത്തിൽ ഒരു ആനന്ദം, അതാണ് ഹലാവത്ത്, മധുരം, മാധുര്യം, രുചി, ടേസ്റ്റ്, ഇഷ്ടം എന്നൊക്കെ പറയുന്നത്. അതുണ്ടാവുക എന്നുള്ളത് നമ്മുടെ ഈമാനിന്റെ ഭാഗമായി വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് ഒരാൾക്ക് ഈമാനിന്റെ മധുരം രുചിക്കാൻ കഴിയുക എന്നും പഠിപ്പിക്കുന്നുണ്ട്. എനിക്കെങ്ങനെയാണ് ഈമാനിന്റെ മധുരം എന്നിലുണ്ട് എന്ന് അളക്കാൻ കഴിയുക, അല്ലെങ്കിൽ ഈമാൻ രുചിക്കുന്നുണ്ട്, ഞാൻ അത് രുചിച്ചുകൊണ്ടാണ് അതിന്റെ പ്രവർത്തനങ്ങൾ ഞാൻ ചെയ്യുന്നത് എന്ന് അളക്കാൻ എങ്ങനെയാണ് സാധിക്കുക? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 3 കാര്യങ്ങൾ ഒരാളിൽ ഒരുമിച്ച് ചേർന്നാൽ അയാൾക്ക് ഈമാനിന്റെ മധുരം, ഹലാവത്തുൽ ഈമാൻ, ഈമാനിന്റെ മാധുര്യം അനുഭവിക്കാൻ സാധിക്കുമെന്ന് പ്രവാചകൻ വിശദീകരിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നത്, അതിൽ ഒന്നാമത്തത് ഈമാൻ, നിങ്ങൾക്ക് ഈമാനിന്റെ മാധുര്യം ആസ്വദിക്കണമെങ്കിൽ ആസ്വദിച്ചിരിക്കുന്നു ചില ആളുകൾ. അതിൽ ഒന്നാമത്തെ ആസ്വാദനം എന്താണ്? മൻ റളിയ ബില്ലാഹി റബ്ബ. അതിൽ ഒന്നാമത്തെ ആസ്വാദനം, എന്റെ റബ്ബ് അല്ലാഹുവാണ്, ആ ഏകനായ അല്ലാഹുവിൽ ഞാൻ പൂർണ്ണമായി തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്.
അതിലൊരു ഒരു വിശ്വാസക്കുറവോ ഒരു ചാഞ്ചാട്ടമോ സംഭവിക്കാൻ പാടില്ല. ഏത് ഘട്ടത്തിലും അതിൽ തന്നെ ഉറച്ചു നിൽക്കണം. എന്റെ റബ്ബ്, എന്റെ സൃഷ്ടാവ്, എന്റെ നാഥൻ അല്ലാഹുവാണ്. അതിൽ തൃപ്തിപ്പെടുക എന്നുള്ളതാണ്. അതിൽ വിശ്വാസം എല്ലാവർക്കും സുഖമാണ്. അതിൽ തൃപ്തിപ്പെടുക എന്ന് പറഞ്ഞാൽ ആ നാഥനിൽ നിന്ന് എന്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും ശരി, അതിൽ നിന്ന് ഒരു ഇടർച്ചയോ ഒരു വീഴ്ചയോ സംഭവിക്കരുത് എന്നുള്ളതാണ്. അപ്പൊ ഒന്നാമത്തെ ലക്ഷണം അതാണ്. അള്ളാഹുവിൽ തൃപ്തിയോടുകൂടി അവനെ റബ്ബായി അംഗീകരിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ വശം വബിൽ ഇസ്ലാമ ദീന, എന്റെ ദീൻ, എന്റെ മതം, എന്റെ ആശയം, എന്റെ ആദർശം അത് ഇസ്ലാം തന്നെയാണ്, അതിലും ഒരു സംശയം എനിക്കില്ല എന്ന് പ്രഖ്യാപിക്കലാണ്. മൂന്നാമത്തെ ഒരു മധുരം വബി മുഹമ്മദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ മുഹമ്മദ് നബിയാണ് എന്റെ ജീവിതത്തിൽ റസൂലായി ഞാൻ സ്വീകരിച്ചിട്ടുള്ളത്. ഈ മൂന്ന് വശമാണ്. ഈ മൂന്ന് വശം കൂടി ഒരാളിൽ ചേർന്നാൽ അതിൽ ഇടർച്ചയോ വീഴ്ചയോ പ്രശ്നമോ ഇല്ലാതെ പൂർണ്ണമായി തൃപ്തിപ്പെട്ട ഒരാൾ അംഗീകരിച്ചാൽ, മനസ്സുകൊണ്ട് അംഗീകരിച്ചാൽ അയാൾക്ക് ഈമാനിന്റെ മധുരം അനുഭവിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പൊ ഒന്നാമത് സൂചിപ്പിച്ച് അള്ളാഹുവിലുള്ളതാണ്. അള്ളാഹുവാണ് എന്റെ റബ്ബ്, മറ്റാരുമല്ല എന്ന് വിശ്വസിക്കലാണ്. മറ്റേതെങ്കിലും കല്ലുകളോ മറ്റു വൃക്ഷങ്ങളോ മറ്റു മരങ്ങളോ അതല്ലെങ്കിൽ ഏതെങ്കിലും മഹാത്മാക്കളോ ഔലിയാക്കളോ ബീവിമാരോ ബാവമാരോ ഇതൊന്നുമല്ല. എനിക്ക് ഏകനായ ഒരു റബ്ബ് മാത്രമല്ലോ. അവന്റെ വഴിയിലേക്ക് ഞാൻ തന്നെ ഡയറക്റ്റ് ചെല്ലും. അതിന്റെ ഇടയാളന്മാർ ആവശ്യമില്ല. മറ്റൊരാളും എനിക്ക് റബ്ബായിട്ടില്ല, അവൻ മാത്രമാണ് എന്ന് പ്രഖ്യാപിക്കലാണ്. രണ്ടാമത്തത് ഇസ്ലാമാണ് എന്റെ ദീന് എന്ന് അംഗീകരിക്കലാണ്. അതിലും നമുക്ക് അതൃപ്തി ഉണ്ടാവരുത്. എന്റെ ജീവിതത്തിന്റെ സകല മേഖലയിലും A to Z മേഖലയിൽ എനിക്ക് ജീവിത വഴികാട്ടിയായിട്ട് എന്റെ മുന്നിലുള്ള ദർശനം, ആദർശം, മതം അത് ഇസ്ലാം മാത്രമാണ്, മറ്റൊന്നുമല്ല എന്ന് പ്രഖ്യാപിക്കലാണ്. ഈ ദീനിപ്പോ ഈ കാലത്ത് പ്രസക്തിയുള്ളതല്ലല്ലോ, അത് 6-ാം നൂറ്റാണ്ടിൽ മാത്രം പ്രസക്തമായതാണല്ലോ, അല്ലെങ്കിൽ എല്ലാം ദീനിലൊക്കെയാണ്, ഇന്ന സൈഡ് ശരിയായില്ലല്ലോ, അല്ലെ ഇതിപ്പോ എന്തിനാ ഇങ്ങനെ പറഞ്ഞത്, ഇങ്ങനൊരു അസ്വസ്ഥതയോ ഒരു അതൃപ്തിയോ നമ്മളിൽ ഉണ്ടാവരുത്. അള്ളാഹു കൽപ്പിച്ചു, അള്ളാഹു പറഞ്ഞു, അള്ളാഹു പഠിപ്പിച്ചു, അള്ളാഹു വിലക്കി. അതുകൊണ്ട് അള്ളാഹു തന്നെ പറഞ്ഞത്, അള്ളാഹു നൽകിയ ആ ദർശനം, ആ മതം അത് ഇസ്ലാമാണ്. അതുകൊണ്ട് രണ്ടാമത്തെ ഈമാനിന്റെ മാധുര്യം നമുക്ക് അനുഭവിക്കണമെങ്കിൽ നമ്മൾ അതിൽ തൃപ്തിപ്പെടുകയും ഉറച്ചു വിശ്വസിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. മൂന്നാമത്തെ ഒരു വശം പ്രവാചകൻ അംഗീകരിക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിനെ റബ്ബായും ഇസ്ലാം ദീനായും സ്വീകരിച്ച് നമ്മുടെ മുമ്പിൽ ജീവിച്ചു കാണിച്ചു തന്ന ഒരു പ്രവാചകനുണ്ട്, അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകനാണ് എനിക്ക് വഴികാട്ടിയും, ആ പ്രവാചകനാണ് എന്റെ ജീവിതത്തിന്റെ റോൾ മോഡലും. ആ പ്രവാചകനിലൂടെയാണ്, ആ പ്രവാചകനെയാണ് എന്റെ ജീവിതത്തിന്റെ മാർഗമായി അല്ലെങ്കിൽ ഒരു റോൾ മോഡലായി ഞാൻ സ്വീകരിക്കുക എന്ന് പ്രഖ്യാപിക്കലാണ്. ഇങ്ങനെയുണ്ടെങ്കിലാണ് നമ്മുടെ ജീവിതത്തിൽ ഈമാൻ ഉണ്ടാവുക, അല്ലെങ്കിൽ ഈമാനിന്റെ മധുരം നമുക്ക് അനുഭവിക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. ഒന്നാമത് പറഞ്ഞ വിശ്വാസം, അതിലൊരിക്കലും അള്ളാഹുവിലുള്ള വിശ്വാസം, അതിലൊരിക്കലും നമുക്ക് ഇടർച്ചയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പരീക്ഷണ ഘട്ടത്തിലെ ചില ആളുകൾക്ക് അങ്ങനെയാണ്, അള്ളാഹു എന്റെ കൂടെ ഇല്ലേ, ഇതിപ്പോ എന്താ എന്നോട് ഇങ്ങനെ ചെയ്തത്, അല്ലെങ്കിൽ എത്ര കാലമായി ഞാൻ ചോദിക്കുന്നു, അല്ലെങ്കിൽ എത്ര കാലമായി ഞാൻ ഈ ആരോഗ്യ പ്രതിസന്ധി നേടുന്നു, ഇങ്ങനെ അസ്വസ്ഥമാവുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ഉള്ളിൽ എവിടെയെങ്കിലുമൊക്കെ ഈമാനിന്റെ അംശം ഉണ്ടാവും, പക്ഷെ പൂർണ്ണമല്ല. അതിന്റെ മധുരം, ഹലാവത്ത് നമ്മൾ അനുഭവിക്കുന്നില്ല എന്നുള്ളതാണ്. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതിൽ പൂർണ്ണമായി തൃപ്തിപ്പെട്ട് അംഗീകരിക്കുക എന്നുള്ളതാണ്. മറ്റൊരു വശം, നമുക്ക് അങ്ങനെ അംഗീകരിച്ച ഒരു ഈമാൻ ഉണ്ടല്ലോ, ഇത് കുറയാനും ഇങ്ങനെ മറിയാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് വിശ്വാസി എന്ത് ചെയ്യണം, എല്ലാ സമയത്തും പ്രവാചകൻ പഠിപ്പിക്കുന്നുണ്ട്, ഈമാൻ ഇങ്ങനെ പുതുക്കിക്കൊണ്ടിരിക്കണം. എന്റെ ഈമാനിന്റെ അളവ് എത്രയുണ്ട്, എന്റെ ഈമാൻ എങ്ങനെയുണ്ട് എന്ന് അത് ശക്തിപ്പെടുത്തണം, അത് ഉയർത്തണം, അത് വളർത്തണം. അതിന് ഞാൻ എന്ത് ചെയ്യണം എന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നുണ്ട്. ഈമാനെ ശക്തിപ്പെടുത്താൻ, ഈമാനെ അളക്കാനും, ഈമാനിനെ ശക്തിപ്പെടുത്താനും, ഈമാനിനെ ഉയർത്താനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 4 വശങ്ങളാണ് പഠിപ്പിക്കുന്നത്. അതിലൊന്ന് നമ്മൾ ഖുർആനോടൊപ്പം ജീവിക്കുക എന്നുള്ളതാണ്. ഖുർആനോടൊപ്പം ജീവിക്കുക.
പ്രവാചകൻ പഠിപ്പിച്ചല്ലോ, ഒരു മനുഷ്യന്റെ ഹൃദയം ഇരുമ്പ് എത്രമാത്രം വേഗതയിൽ മണ്ണിലിട്ടാൽ തുരുമ്പ് വരുമോ അതിനേക്കാൾ വേഗതയിൽ നിങ്ങളുടെ ഹൃദയം തുരുമ്പ് വരും. ഒരു ഇരുമ്പ് കഷ്ണം തുരുമ്പ് വരുന്നതിനേക്കാൾ വേഗത്തിൽ നിങ്ങളുടെ ഹൃദയം തുരുമ്പ് വരും. അതില്ലാതിരിക്കണമെങ്കിൽ നിങ്ങൾ ഖുർആനുമായുള്ള ബന്ധം, ഖുർആനോടുള്ള പാരായണം, ഖുർആനിന്റെ പഠനം, ഇതിൽ നിങ്ങൾ മുഴുകണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഒരു വിശ്വാസി ഓരോ സമയത്തും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഖുർആൻ ഓതുകയോ പഠിക്കുകയോ ചെയ്യുമ്പോൾ പ്രവാചകൻ പറയുകയാണ് അവരുടെ മനസ്സിൽ ഈമാൻ ഇങ്ങനെ മുളക്കുന്നതാണ്. ഈമാൻ ഇങ്ങനെ മുളക്കുക. എന്നിട്ട് പ്രവാചകൻ പറയുകയാണ്, ഒരു തരിശായ ഭൂമി, വരണ്ട് കിടക്കുന്ന ഭൂമി, പെട്ടെന്ന് അള്ളാഹുവോടൊരു മഴ പെയ്യിക്കുമ്പോ അവിടെ ഇങ്ങനെ മുളച്ച് ചെടികൾ പൊന്തും. ആ മഴ പെയ്തു എന്നതുകൊണ്ട്, മഴ വർഷിച്ചു എന്ന കാരണത്താൽ അവിടെ ചെടി പൊന്തുന്ന പോലെ ഖുർആൻ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കയറി എന്നതുകൊണ്ട് അവിടെ ഹൃദയത്തിനകത്ത് ഈമാൻ മുളക്കുമെന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ അത് ഉണ്ടായിട്ടുണ്ടാവും. വിശുദ്ധ ഖുർആനോട് നമ്മൾ അടുക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിനുള്ളിൽ ഈമാൻ ഇങ്ങനെ മുളച്ചു വരുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അപ്പൊ ഒന്നാമത്തെ ഈമാൻ ശക്തിപ്പെടുത്താനും ഈമാൻ വളർത്താനും ഈമാൻ ഉയർത്താനും ഒക്കെയുള്ള ഒന്നാമത്തെ നമ്മുടെ പ്രവർത്തനം വിശുദ്ധ ഖുർആനോടുള്ള ബന്ധത്തെ കുറിച്ചാണ്. അത് ശക്തിപ്പെടുത്തലാണ്. രണ്ടാമത്തെ ഒരു വശം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് അത് ദിക്റുൽ മൗത്താണ്, മരണത്തെക്കുറിച്ചുള്ള ചിന്തയാണ്. ഒരുപാട് ആളുകൾക്ക് ഇതാണ് ഇല്ലാത്തത്. നേരത്തെ പ്രവാചകൻ ഹൃദയത്തിന് തുരുമ്പ് വരും എന്ന് പറഞ്ഞിടത്ത് രണ്ട് കാരണമാണ് പറഞ്ഞത്. മരണത്തെക്കുറിച്ചുള്ള ചിന്തയില്ലായ്മയും വിശുദ്ധ ഖുർആനോടുള്ള ബന്ധമില്ലായ്മയാണ്. ഇത് രണ്ടുമുണ്ടെങ്കിൽ ആ തുരുമ്പിന് പകരം അവിടെ ഈമാൻ ശക്തിപ്പെടുകയും ഈമാൻ വർദ്ധിക്കുകയും ചെയ്യുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. നമ്മൾ എന്ത് ചെയ്യണം? മരണത്തെക്കുറിച്ച് ഓർക്കണം, മരണത്തെക്കുറിച്ച് ഓർക്കണം. അത് നമ്മൾ ഈമാൻ ശക്തിപ്പെടും. നമ്മളിങ്ങനെ സങ്കല്പിച്ചു നോക്കണം, ഞാൻ പണ്ട് മരണപ്പെട്ടാൽ കുറെ ആളുകൾ വരും, എന്നെ കാണും, പിന്നെ ഞാനൊന്നും അറിയില്ല, ഞാൻ വീട്ടുകാരും നാട്ടുകാരൊക്കെ ചെന്ന് മറ ചെയ്യും, പിന്നെ മലക്കുകൾ വരും, പിന്നെ അള്ളാന്റെ മുമ്പിൽ ഇങ്ങനെ ഉണ്ടല്ലോ, മരണവും പരലോകവും വിചാരണയും ശിക്ഷയും സ്വർഗവും. അപ്പൊ നമ്മുടെ മനസ്സിങ്ങനെ എന്ത് ചെയ്യും? ഈമാനുമായി ഇങ്ങനെ തളക്കും. ആ സമയത്ത് നമ്മളൊരു സ്വർഗ പ്രതീക്ഷ നമുക്ക് വരും. അത് നമുക്ക് അള്ളാഹുവിലോട്ട് കൂടുതൽ അടുക്കാൻ ഇടയാക്കുമെന്നുള്ളതാണ്. ഒരുപാട് ആളുകൾക്ക് മരണചിന്തയില്ലാത്തതാണ് ദുനിയാവിനോടുള്ള പളപളപ്പിൽ അതിനോട് പ്രേമം തോന്നുന്നത് എന്നുള്ളതാണ്. എന്തിനാണ് നമുക്കിങ്ങനെ പ്രേമം? എന്തിനാണ് നമുക്കിങ്ങനെ ആർത്തി? എന്തിനാണ് നമ്മളിങ്ങനെ ഓടിപ്പായുന്നത്? ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ കണക്കാക്കാത്തതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും കയറി വരികയില്ല. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം ആയുഷ്കാലത്ത് കണക്കാക്കിയിട്ടുണ്ടോ ഒരു സംശയമില്ല, ഒരാൾക്കും അത് തട്ടിമാറ്റാൻ സാധ്യമല്ല. അത് നമ്മുടെ ജീവിതത്തിലേക്ക് വരിക തന്നെ ചെയ്യും. വളരെ സുന്ദരമായി മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നുണ്ട്. വിദൂരത്തുള്ള, എത്രയോ ദൂരത്തുള്ള രണ്ട് മലകൾക്കിടയിൽ ഒരു കടുകുമണി വലുപ്പമുള്ള ഒരു വസ്തു, അത് നിങ്ങൾക്ക് അല്ലാഹു ഏകിയതാണെങ്കിൽ അത് നിങ്ങളെ തേടിയെത്തും. ഒരു സംശയമില്ല, നിങ്ങൾക്ക് അത് കിട്ടൂല എന്നൊക്കെ തോന്നും, പക്ഷെ അത് നിങ്ങളെ തേടിയെത്തും. കാരണം അല്ലാഹു അത് നിങ്ങൾക്ക് കണക്കാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. നിങ്ങളുടെ രണ്ട് ചുണ്ടുണ്ടല്ലോ, ആ ചുണ്ടിന്റെ ഇടയിൽ നിങ്ങൾ ഒരു വസ്തു, അത് ജസ്റ്റ് ഇറക്കാനുള്ളൂ, നിങ്ങൾക്ക് തോന്നാൻ എനിക്കിത് കിട്ടിയെന്ന്. പക്ഷെ ആ ചുണ്ടിന്റെ ഉള്ളിലുള്ളതാണെങ്കിലും നിങ്ങൾക്കത് അല്ലാഹു കണക്കാക്കിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്കത് ഇറക്കാൻ സാധ്യമല്ല. ഇതാണ് ഈമാൻ എന്ന് പറയുന്നത്. എന്റെ ജീവിതത്തിൽ എന്തെല്ലാം കടന്നു വരണം, എന്റെ ജീവിതത്തിൽ എന്തെല്ലാം ഉണ്ടാവരുത്, ഇതാര് തീരുമാനിക്കും? സാക്ഷാൽ പ്രപഞ്ചനാഥനായ അല്ലാഹു ആണ് തീരുമാനിക്കുക. അതുകൊണ്ട് നമ്മൾ അങ്ങനെ വല്ലാത്തൊരു ആർത്തിയും വല്ലാത്തൊരു അത്യാഗ്രഹവും നമ്മളൊന്ന് രൂപപ്പെടുത്തേണ്ടതില്ല. നമ്മളങ്ങനെ ഇല്ലാത്തതിനെ കുറിച്ച് അസ്വസ്ഥപ്പെടേണ്ടതില്ല. ദുനിയാവിന്റെ പളപളപ്പിൽ അങ്ങനെ മറന്ന് ജീവിക്കേണ്ടതില്ല. മറിച്ച് മാറിയിരുന്ന് മരണം നമ്മൾ മുമ്പിൽ കാണണം. അത് നമ്മൾ അറിയാതെ നമ്മളെ ഹൃദയത്തിൽ നമ്മളെ ഈമാനിനെ വർദ്ധിപ്പിക്കാൻ ഇടയാക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. മൂന്നാമത്, ഈമാനിനെ ഉയർത്താൻ, ഈമാനിനെ ശക്തിപ്പെടുത്താൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, നിങ്ങൾ അള്ളാഹുവുമായിട്ട് നിങ്ങളെ ഹൃദയത്തെ ലൈവാക്കുക, ജീവിപ്പിക്കുക. നമ്മുടെ ഹൃദയം അള്ളാഹുവിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുക. ദിക്റുള്ള എന്ന് നമ്മൾ അതിനെ കുറിച്ച് പറയും. എപ്പോഴും അള്ളാഹു എന്ന ഒരു വികാരം, എന്റെ റബ്ബ്, എന്റെ നാഥൻ, എന്റെ രാജാതിരാജൻ, എന്റെ ഖാലിഖ്, എന്റെ റബ്ബ്, എന്റെ സൃഷ്ടാവ് എന്ന ഒരു ചിന്തയിലേക്ക്, ദിക്റുള്ളയിലേക്ക് നമ്മൾ എപ്പോഴും ഉയരുക എന്നുള്ളതാണ്. ഏറ്റവും വലിയ ദിക്റുള്ള നമ്മൾ 5 നേരം വരുന്ന നമസ്കാരം തന്നെയാണ്. അഖിമിസ് സ്വലാത്ത ലിദിക്രി. നിങ്ങൾ എന്നെ കുറിച്ചുള്ള സ്മരണക്ക് വേണ്ടിയാണ് നിങ്ങൾ നമസ്കരിക്കുന്നത്. ആ സ്മരണ നമുക്ക് കിട്ടണമെങ്കിലോ നമ്മളിങ്ങനെ വരും, കൈകെട്ടും, യാന്ത്രികമായി ചിന്തയോടും ഇങ്ങനെ നമസ്കരിച്ചിട്ട്
ആ ദിക്റുള്ള അതിൽ സംഭവിക്കുകയില്ല. ദിക്റുള്ള സംഭവിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഖുശൂഅോടെ നമസ്കരിക്കണമെന്ന് കൂടി ഇസ്ലാം പഠിപ്പിക്കുകയാണ്. ഖുശൂ നമ്മൾ ഉണ്ടാക്കണം. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ മുഅ്മിനൂൻ നമുക്കൊക്കെ സുപരിചിതമായ സൂറത്താണ്. ആ സൂറത്തിൽ വിജയികളായ സത്യവിശ്വാസികളുടെ 8 ലക്ഷണങ്ങൾ പറയുന്നുണ്ട്. ആ 8 ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ. ഖദ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഇന്ന എന്ന് പറയുന്നതിനേക്കാൾ മുകളിലാണ്, ഉറപ്പിച്ചു പറയാണ്, ഒരു സംശയവുമില്ല. ഖദ് അഫ്ലഹ മൻ സക്കഹ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ആത്മ സംസ്കരണം നടത്തിയവൻ വിജയിച്ചവനാണ് എന്നുള്ളത്. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, ഒരു സംശയമില്ല, വിശ്വാസികളുടെ കൂട്ടത്തിൽ വിജയിച്ചവർ ഈ 8 കൂട്ടരാണ്. അതിൽ ഒന്നാമത്തെ എന്താണ്? അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. അവർ ഖുശൂഅോടുകൂടി നമസ്കരിക്കുന്നവരാണ്. ഉള്ളിൽ ഖുശൂ ഉണ്ടാവുക, ആ ഖുശൂ ആണ് ദിക്റുള്ളയിലേക്ക് എത്തുക. അപ്പൊ ദിക്റുള്ള നമ്മൾ നടത്തുമ്പോ അതിനൊന്നാമത്തെ വഴി അഖിമിസ് സ്വലാത്ത ലിദിക്രി, നിങ്ങൾ എന്നെ ഓർക്കലാണ്. അത് നമസ്കാരം അതിനുള്ള അവസരമാണ്. പടച്ച റബ്ബ് നമുക്ക് 5 നേരം അത് തന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് അങ്ങനെ രൂപപ്പെടുത്താൻ, ഈമാനിന്റെ മധുരം അനുഭവിക്കാൻ, ഈമാനിനെ ശക്തിപ്പെടുത്താൻ നമ്മൾ ആ നമസ്കാരം ഉപയോഗപ്പെടുത്തുന്നുണ്ടോ എന്ന ഗൗരവപ്പെട്ട ഒരു ആലോചന നമ്മൾ നടത്തേണ്ടതാണ്. അതുകൊണ്ട് ഖുശൂഅോടുകൂടി നമസ്കരിച്ച് നമ്മൾ എന്ത് ചെയ്യും? നമ്മളെ ഈമാനിനെ ശക്തിപ്പെടുത്തണം എന്നുള്ളതാണ്. നാലാമത്തെ ഒരു കാര്യം അള്ളാഹു തന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് ഓർക്കലാണ്. അള്ളാഹു എത്രമാത്രം അനുഗ്രഹങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പരിസരത്തെ കുറിച്ച്, നമുക്ക് ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി, അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ ഈ ദുനിയാവിൽ നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങോട്ടൊന്നും പോണ്ട. നമ്മൾ സിമ്പിളായി നമ്മുടെ ശരീരം ഒന്ന് അടുത്ത് നോക്കും. നമ്മുടെ ജീവിതം അതെങ്ങനെയാ? നമുക്കെന്തെങ്കിലും റോളുണ്ടോ? നമ്മൾ എന്തെങ്കിലും റോൾ വഹിച്ചിട്ടാണ് നമ്മളങ്ങനെ ശ്വാസം എടുത്തുകൊണ്ടേയിരിക്കുന്നു. നമ്മൾ അറിയുന്നുണ്ടോ? നമുക്ക് റോളില്ലല്ലോ. നമ്മൾ കാഴ്ച, നമുക്കെന്തെങ്കിലും റോളുണ്ടോ? നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ സെക്കൻഡുകളും ഇതിന്റെ ഉള്ളിൽ ഒരു നീര് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതാരാണ് ഉൽപ്പാദിപ്പിക്കുന്നത്? നമുക്കൊരു റോളില്ല. അപ്പൊ നമ്മൾ അള്ളാഹു തന്ന, നമ്മൾ തന്നെ ജീവിക്കാൻ വേണ്ടി അള്ളാഹു തന്ന അനുഗ്രഹങ്ങളിലേക്ക് നമ്മൾ ധാരാളം എടുത്തു നോക്കിയാൽ നമുക്ക് അള്ളാഹിനെ സ്തുതിക്കാൻ കഴിയുമെന്നുള്ളതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണെ, നമ്മുടെ ഈ പല്ലുണ്ടല്ലോ, ഈ പല്ല് ചെറിയ കുട്ടികൾക്ക് ഇല്ലെങ്കിൽ ഒരു ഡോക്ടറൊക്കെ കണ്ട്, ഒരു 9 മാസമൊക്കെയാണല്ലോ സാധാരണ പല്ല് വരാനുള്ള ഒരു കണക്ക്. ഡോക്ടറെ അടുത്ത് പോകും, കുട്ടിക്ക് പല്ല് വരുന്നില്ല, ഏതോ ഒരു ഹോർമോണിന്റെ കുറവാണ്, മരുന്ന് കൊടുക്കും, പല്ല് വരും. പക്ഷെ ആയുഷ്കാലത്ത് ജീവിതത്തിൽ ആരെങ്കിലും പല്ലിന്റെ വളർച്ച നിയന്ത്രിക്കാൻ മരുന്ന് കുടിക്കുന്നുണ്ടോ? ഒരു ഘട്ടമെത്തുമ്പോ എല്ലാ മനുഷ്യരുടേതും ഇത് നിൽക്കണം. അതിങ്ങനെ വളർന്ന് 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 ഒരു ഘട്ടത്തിൽ ആ പല്ലിന്റെ വളർച്ച നിൽക്കുന്നു. ധാരാളം ഇതിന്റെ പിന്നിൽ. നമുക്കെന്തെങ്കിലും റോളുണ്ടോ? നമുക്കൊരു റോളില്ല. നമ്മളെ തലമുടി അങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കുന്നു, നമുക്ക് റോളില്ല. അതേ മുടി തന്നെയാണ് ഈ പിരികത്തുമലുമുള്ളത്. ഇതിന്റെ വലുപ്പം ആരാണ് നിയന്ത്രിക്കുന്നത്? തലമുടി വളരുന്നത് പോലെ പിരികത്തിന്റെ മുടി അല്ലെങ്കിൽ ഈ പുരികം എന്നുകൊണ്ട് വളരുന്നില്ല. നമുക്ക് റോളില്ല. ഇങ്ങനെ നമ്മളെ ശരീരം തന്നെ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ കാഴ്ചയിൽ നമുക്ക് റോളുണ്ടോ? നമ്മുടെ കേൾവിയിൽ, നമ്മുടെ സംസാരത്തിൽ ആലോചിച്ചു. ഞാൻ അങ്ങനെ സംസാരിക്കുകയാണ്, ഈ ശബ്ദം എങ്ങനെ രൂപപ്പെടുന്നു? ശാസ്ത്രഭാഷം വേറെയാണ്. പക്ഷെ ഇതിന്റെ പിന്നിലുള്ള സൃഷ്ടാവിന്റെ ആ ശേഷിയുണ്ടല്ലോ, അത് വെച്ചാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യണം? അള്ളാഹുവിനെ കൂടുതൽ അടുക്കാനും അവനോട് ദിക്ർ ചെയ്യാനും നമുക്ക് തോന്നുമെന്നുള്ളതാണ്. നമ്മുടെ ശരീരത്തിന്റെ ഓരോ അവയവം, ഭക്ഷണം ഇറങ്ങിയാൽ അവിടെ ഒരു പ്രോസസ് നടക്കുന്നു. നമുക്ക് റോളുണ്ടോ? നമ്മൾ വിഷം അനുഭവപ്പെടുന്നു. അള്ളാഹു നമുക്ക് അറിയുന്നതും അറിയാത്തതുമായ സ്വഭാവത്തിൽ അവൻ റബ്ബായി നമ്മളെ പരിപാലിച്ചു കൊണ്ടിരിക്കുന്നു. നിങ്ങൾ വിശദമായിട്ട് ഇങ്ങനെ എടുത്തു നോക്കൂ. ശരീരത്തെ കുറിച്ച് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളാകെ അത്ഭുതപ്പെട്ടു പോകും. അത്രമാത്രം കാരുണ്യം ചെയ്ത റബ്ബ്, അനുഗ്രഹം ചെയ്ത റബ്ബ്, ആ റബ്ബിനെ കുറിച്ച് നമ്മൾ എപ്പോഴും ഓർക്കുക എന്നുള്ളതാണ്. ആ റബ്ബിനെ കുറിച്ചുള്ള ഓർമ്മയുണ്ടാവുക, ആ റബ്ബിന്റെ തന്ന അനുഗ്രഹം ഓർക്കുകയും അങ്ങനെ ശുക്ർ ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഈമാനിന്റെ ഭാഗമായി നമ്മളിൽ സംഭവിക്കേണ്ടതാണ്. നമ്മുടെ ശരീരത്തെ കുറിച്ച് അതുകൊണ്ടാണല്ലോ ഇതിനപ്പുറം ഒരു ഘടന ഇല്ല എന്നാണ്. കണ്ണ് വരേണ്ടിടത്താണ് കണ്ണ് വന്നിട്ടുള്ളത്, കാത് വരേണ്ടിടത്താണ്. ഇത് മാറി വന്നാലുള്ള അവസ്ഥകൾ ആലോചിച്ചുകൊണ്ട് നമുക്ക് കഴിയില്ല. അതാണ് ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. ഏറ്റവും സുന്ദരമായ അവസ്ഥയിൽ, ഏറ്റവും സുന്ദരമായ ഘടനയിൽ അള്ളാഹു അത് സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നു. അതിനപ്പുറം ഒരു നല്ല ഘടനയില്ല എന്നുള്ളതാണ്. അപ്പൊ 4 കാര്യങ്ങളാണ് സൂചിപ്പിച്ചത്. ഒന്ന്, ഖുർആനോടുള്ള ബന്ധം, അള്ളാഹുവെ കൊണ്ടുവരൽ, മരണത്തെ ഓർക്കൽ, അള്ളാഹു തന്ന അനുഗ്രഹം ഓർക്കുകയും ആ അനുഗ്രഹത്തിന് ശുക്ർ ചെയ്യലുമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇങ്ങനെ നമ്മൾ ഈമാനിന്റെ മധുരം രൂപപ്പെടുത്തി, ഈമാനിനെ ശക്തിപ്പെടുത്തിയ ഒരവസ്ഥയെത്തും മനുഷ്യൻ. ആ അവസ്ഥയിൽ ആ ഈമാനുള്ളവരുടെ ജീവിതം എങ്ങനെയായിരിക്കണം? ആ വശം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അങ്ങനെ ഈമാനുള്ളവരുടെ വശം, അവരുടെ ജീവിതം എങ്ങനെയായിരിക്കും? അവരുടെ ജീവിതത്തെ കുറിച്ച് അവർക്കൊരു ആശങ്ക ഉണ്ടാവില്ല.
ഒരു ഭയപ്പാടും ഉണ്ടാവും. അവർ നിർഭയമായിരിക്കും. ഈമാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വാസം എന്ന് മലയാളത്തിൽ പറയും. അമ്ന്, നിർഭയത്വം എന്ന പദത്തിൽ നിന്നാണ് ഈമാൻ ഉണ്ടാവുന്നത്. അപ്പൊ നമ്മൾ വിശ്വസിച്ചു കഴിഞ്ഞാൽ നമ്മൾ നിർഭയത്വമുള്ളവരായിരിക്കും. നമുക്ക് ആരെയും ഒരു ശക്തിയെയും നമ്മുടെ ഈമാന് കൊണ്ട് തകർക്കാൻ കഴിയുകയില്ല എന്നുള്ളതാണ്. നിർഭയമുള്ളവരായിരിക്കും, ധൈര്യമുള്ളവരാകും. അല്ലാഹു അല്ലാത്ത ഒന്നിനെയും എനിക്കൊരു ഭയപ്പാടവും ഒരു പേടിയുമില്ല എന്നുള്ളതാണ്. അങ്ങനെയുള്ള സംഘത്തിനും വ്യക്തികൾക്ക് മാത്രമേ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിയണം. ചരിത്രം നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കൂ. ഏത് വ്യക്തികളെങ്കിലും വിജയിച്ചിട്ടുണ്ടെങ്കിൽ, ഏത് സംഘമെങ്കിലും വിജയിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണം, അതിന്റെ പിന്നിൽ ഒരൊറ്റ കാരണമാണ്, അവരുടെ ഈമാനാണ്. ബദർ നിങ്ങളെടുത്ത് നോക്കൂ. അപ്പൊ ബദറിനെ അനുസ്മരിക്കുന്ന സന്ദർഭമാണ്. ഒരു ചെറിയ പിഞ്ചു കുഞ്ഞിനെ നമ്മളുണ്ട് വിളിക്കാം, മോനെ ഇത്ര കുറച്ച് ആളുകളാണ് ഇവരുള്ളത്, ഇവർ വലിയ ബട ആളുകളാണ്, ആയുധം കൊണ്ടും ഭൗതികമല്ല എല്ലാ സന്നാഹങ്ങൾ കൊണ്ടും കൊച്ചു സംഘമാണ് ഇവർ, ഒരു വലിയ ശക്തിയുമാണ്. ഇതിലാരാ വിജയിക്കാന്ന് വെച്ചാൽ ഒരു കുട്ടിയുടെ സ്വാഭാവിക യുക്തി കൊണ്ട് ആ കുട്ടി പറയും ആ വലിയ സംഘം വിജയിക്കുമെന്നുള്ളത്. പക്ഷെ അവിടെ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച് കൊച്ചു സംഘം വിജയിക്കാനുള്ള ഏക മൂല റീസൺ അത് ഈമാനുള്ളയാണ്, അള്ളാഹുവിലുള്ള വിശ്വാസം മാത്രമാണ്. ഒരു സംഘം വിജയിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു വ്യക്തി വിജയിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈമാൻ കൊണ്ട് മാത്രമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഫലസ്തീൻ നമ്മുടെ മുമ്പിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭൂമിയാണ്. അവിടുത്തെ കുട്ടികളും സ്ത്രീകളും മുതിർന്നവരും നേതാക്കളും എല്ലാവരും, അവർക്കൊന്നിനും ഭയമില്ല. ഇസ്രായേൽ എന്ന സംഘത്തിന് അധികാര രാഷ്ട്രത്തെ വരെ ഭയപ്പാടില്ല, അവരുടെ ആയുധത്തെ ഭയപ്പാടില്ല. അവരങ്ങനെ അല്ലാഹുവെ മാത്രം ഈമാൻ കൊണ്ട് അവർ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കേട്ടതാണല്ലോ, ഒരു കൊച്ചു 7 വയസ്സുള്ള ഒരു കൊച്ചു കുട്ടി ബുക്കിൽ എഴുതി വെക്കുകയാണ്, ഞാൻ രക്തസാക്ഷിയായാൽ എന്റെ ചെരുപ്പ് ആർക്കാണ് കൊടുക്കേണ്ടത്, ഞാൻ മരണപ്പെട്ടാൽ എന്റെ തൊണ്ടിലുള്ള ക്യാഷ് ആർക്കാണ് കൊടുക്കേണ്ടത്, ഞാൻ മരണപ്പെട്ടാൽ എന്റെ വസ്ത്രം ഇന്നയാൾക്ക് കൊടുക്കണം എന്ന് രേഖപ്പെടുത്തി വെച്ച് രക്തസാക്ഷിത്വം കുതിച്ചു പോവുകയാണ്. ഇതാർക്കാണ് സാധിക്കുന്നത്? എന്തുകൊണ്ട് സാധിക്കുന്നു? ഒരു മതദർശനങ്ങൾക്കും ഭൗതിക പ്രസ്ഥാനങ്ങൾക്കും സാധിക്കുകയില്ല. അത് അള്ളാഹുവിൽ നിന്ന്, അള്ളാഹുവോടുള്ള ബന്ധം, അതാണ് ഈമാൻ. അതുകൊണ്ട് മാത്രം സാധിക്കുന്നതാണ്. മറ്റൊരു പെൺകുട്ടി നമുക്കറിയാലോ, വലിയ ബാനർ പിടിച്ചു ഉയർത്തി കാണിച്ചു. അതിൽ എഴുതി വച്ചിരിക്കുകയാണ്, ലോകവിശ്വാസികൾക്ക് 5 വക്ത് നമസ്കാരം ഉണ്ടാകുമ്പോ ഞങ്ങൾക്കുള്ളത് 6 നേരത്തെ നമസ്കാരമാണ്. എന്നിട്ട് വിശദീകരിക്കുകയാണ്, 5 നേരത്തെ നിർബന്ധ നമസ്കാരവും എല്ലാ ദിവസത്തെ 1 നേരത്തെ മയ്യത്ത് നമസ്കാരവും, ഷഹാദത്ത് വരിച്ചവർക്ക് വേണ്ടിയുള്ള നമസ്കാരവും. എന്നിട്ട് പറയാ, ഇത് ഞങ്ങൾക്ക് മാത്രം അള്ളാഹു തന്ന ഒരു വലിയ നിയാമത്താണ്. മരണവും ഷഹാദത്തും ഒരു നിയാമത്തായി ഒരു ജനതയ്ക്ക് ഉയർത്തിക്കാട്ടാൻ എന്തുകൊണ്ട് സാധിക്കും എന്ന് ചോദിച്ചാൽ അവരുടെ ഈമാനാണ്. പലസ്തീനിൽ ഒരുപാട് കഥകൾ നമ്മൾ അത്ഭുതപ്പെടുത്തും. അവരെല്ലാവരും ബാനർ പിടിച്ച് ഷഹാദത്ത് കൊതിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചവരും പ്രകടമായി അത് നടത്തിയവരുമാണ്. ഇസ്മായിൽ ഹനിയെ കുറിച്ച് നമുക്കറിയാലോ. ആ പലസ്തീൻ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്ത ഇസ്മായിൽ ഹനിയ, അദ്ദേഹം ഫോണിലൂടെ അറിയണമെന്നാണ്. ആ രംഗം വീഡിയോ നമ്മുടെ മുമ്പിൽ വന്നിരുന്നു. സ്വന്തം ആറ്റുനോട്ടിയ മക്കൾ ഷഹാദത്ത് വരിച്ചു എന്ന് കേൾക്കുമ്പോ ഒരംശം പോലും കണ്ണിൽ നിന്ന് നീര് വന്നില്ല, നാവിൽ നിന്ന് പുറപ്പെട്ടു. അൽഹംദുലില്ലാ. എങ്ങനെ സാധിക്കുന്നു? അതാണ് ഈമാനിക ശേഷി എന്ന് പറയുന്നത്. ഇസ്മായിൽ ഹനിയ രക്തസാക്ഷിയായി. ഭാര്യ വന്നപ്പോ ആ മയ്യത്തിന്റെ മുമ്പിൽ സംസാരിച്ചത് എന്താണ്? അൽഹംദുലില്ലാ, ഷഹാദത്ത് വരിക്കുന്നവരുടെ കൂട്ടത്തിൽ സലാമത്തോടുകൂടി ജീവിക്കാൻ താങ്കൾക്ക് അവസരം ലഭിക്കട്ടെ എന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പറയുകയാണ്. നമുക്കുണ്ടല്ലോ മക്കൾ, നമുക്കുണ്ടല്ലോ ഭാര്യമാർ, നമുക്കുണ്ടല്ലോ രക്ഷിതാക്കൾ. നമുക്ക് കഴിയുമോ? അത് കഴിയണം. കാരണം ഈ ദുനിയാവിൽ സംഭവിക്കാനുള്ളതെല്ലാം അള്ളാഹു തീരുമാനിച്ചു വെച്ചതാണ്. ഈ ദുനിയാവിൽ എത്ര കാലം ഞാൻ ജീവിക്കും, എന്റെ മക്കൾ ജീവിക്കും എന്നതൊക്കെ അള്ളാഹു തീരുമാനിച്ചു വെച്ചതാണ്. പെട്ടെന്നത് കേൾക്കുമ്പോൾ നമുക്ക് അസ്വസ്ഥമാവരുത്. കാരണം അത് അള്ളാഹുവിന്റെ വിധിയാണ്, അള്ളാഹു നേരത്തെ തീരുമാനിച്ചു വെച്ചതാണ് എന്ന ഈമാനിക അവസ്ഥയിൽ നമുക്ക് ഉയരാൻ കഴിയണം. മഹാനായ സയ്യിദ് ഖുത്ബ്, ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ കഴിയും. സയ്യിദ് ഖുത്ബിനെ ശത്രു സംഘം, അവിടുത്തെ പട്ടാള സംഘം തൂക്കിലേറ്റാൻ കൊണ്ടുപോകുന്ന ഒരു രംഗമുണ്ട്. ശിക്ഷ വിധിച്ചു തൂക്കിലേറ്റാൻ കൊണ്ടുപോവുകയാണ്. അങ്ങനെ സയ്യിദ് ഖുത്ബ് പുഞ്ചിരിക്കുകയാണ്. പട്ടാളക്കാർ അത്ഭുതപ്പെടുകയാണ്. താങ്കൾ എന്താ ചിരിക്കുന്നത്? ഇവിടെ നമ്മുടെ മുമ്പിൽ, താങ്കളുടെ മുമ്പിൽ, അതാ തൊട്ട് മുമ്പിൽ ഇങ്ങനെ തൂക്കുകയറാണ്, മരിക്കുമെന്ന് ഉറപ്പാണ്. പക്ഷെ ഞങ്ങൾ അത്ഭുതപ്പെടുത്തു, താങ്കൾ എന്താ പുഞ്ചിരിക്കുന്നത്? സയ്യിദ് ഖുത്ബിനോട് ചോദിച്ചപ്പോ
സയ്യിദ് ഖുത്ബിനോട് അവർ പറയാണ്, ഇവിടെ നമ്മുടെ മുമ്പിൽ ഒരുപാട് ആളുകൾ ഛർദ്ദിച്ച് വീഴാറാണ്, മരിക്കാൻ പോവാണല്ലോ, അവർ തലചുറ്റി വീഴാറാണ്, അവർ ഞങ്ങൾക്ക് ദയാഹർജി എഴുതി തരാറാണ്, രക്ഷപ്പെടുത്തണമെന്ന് കണിഞ്ഞാവശ്യപ്പെടലാണ്, പണം തരാറാണ്. പക്ഷെ താങ്കൾ ഇതൊന്നും തന്നില്ലെങ്കിലും ഒരു ബേജാറില്ലല്ലോ, എന്താണ് താങ്കൾ പുഞ്ചിരിക്കുന്നത്? സയ്യിദ് ഖുത്ബിന്റെ മനോഹരമായ മറുപടി, നിങ്ങൾ എന്നെ തൂക്കിലേറ്റാൻ കൊണ്ടുപോകുന്ന ആ തൂക്കുകയറുണ്ടല്ലോ, ആ തൂക്കുകയറിനപ്പുറം എന്റെ റബ്ബൊരു സ്വർഗം അത് മാടി വിളിക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, എങ്ങനെ സയ്യിദ് ഖുത്ബിന് അത് പറയാൻ സാധിക്കുന്നു എന്ന് ചോദിച്ചാൽ അല്ലാഹുവിൽ അചഞ്ചലമായ ഈമാനുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. നമുക്കും സാധിക്കണം, നമുക്കും അങ്ങനെ കഴിയണം. നമുക്കൊന്നിനും ഭയപ്പാടില്ല. ആര് ഭീഷണിപ്പെടുത്തിയാലും, ആരെന്നെ കൊല ചെയ്യാൻ ശ്രമിച്ചാലും. സയ്യിദ് മൗദൂദിയെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാവും. പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കെ ശത്രുസംഘം വെടിവെച്ചപ്പോ അത് തെന്നി മാറി. അങ്ങനെ ആ സംഘങ്ങൾക്ക് അനുയായികളെല്ലാം ബേജാറായി സയ്യിദ് മൗദൂദിയോട് ഇരിക്കാൻ ആവശ്യപ്പെടുകയാണ്. സയ്യിദ് മൗദൂദി തിരിച്ചു പറയുന്ന ഒരു വാക്കുണ്ട്, അത്ഭുതപ്പെടുത്തും. മൗലാന സയ്യിദ് എണീറ്റ് നിന്നിട്ടുള്ളത് എന്റെ കുടുംബകാര്യം സംസാരിക്കാനല്ല, അത് അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് സംസാരിക്കാനാണ്. അതുകൊണ്ട് എനിക്ക് ജീവൻ പേടിയില്ല. ഈമാനാണത്, ഈമാനാണ്. ഹസനുൽ ബന്നയെ കുറിച്ച് നമ്മൾ കേട്ടവരാണ്. കൈറോവിലേക്ക് ചർച്ചയ്ക്ക് വേണ്ടി എന്ന് വിളിച്ചു വരുത്തി. ആ കൈറോയുടെ തീരത്തെത്തിയപ്പോൾ ഒരു നിഗൂഢത ഫീൽ ചെയ്തു. ആ സന്ദർഭത്തിൽ ഡ്രൈവർക്ക് ഇത് മണത്തു, ജീവന ഭീഷണിയാണ്. ഡ്രൈവർ ആകെ ഒന്ന് പെതറി. പക്ഷെ ഹസനുൽ ബന്ന പറഞ്ഞ മറുപടി എന്താണ്? ഹസനുൽ ബന്ന തന്റെ ജീവിതത്തിൽ ദീനീ മാർഗത്തിലേക്ക് മുന്നോട്ട് വെച്ച കാല് ഇതുവരെ പിന്നോട്ട് വെച്ചിട്ടില്ല. ഒരായുധത്തിന് മുമ്പിലും, ഒരു തോക്കിന് മുമ്പിലും, ഒരു ഭീഷണികൾക്ക് മുമ്പിലും എന്റെ ഈമാനിനെ ദുർബലപ്പെടുത്താൻ, എന്റെ ഈമാനിന് കളങ്കം വരുത്താൻ ഹസനുൽ ബന്ന തയ്യാറല്ല എന്ന് ഹസനുൽ ബന്ന അവിടെ പ്രഖ്യാപിക്കുകയാണ്. ഇങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ പ്രവാചകന്മാരുടെ കാര്യത്തിൽ. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ കുറിച്ച് നമ്മൾ ധാരാളം കേട്ടവരാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം തീക്കുണ്ടാരത്തിലേക്ക് ധൈര്യത്തിൽ പ്രവേശിക്കുകയാണ്. ഇബ്രാഹിം നബിക്കുള്ള പ്രചോദനം എന്താണ്? എന്റെ സാക്ഷാൽ എന്റെ റബ്ബ്, ആ റബ്ബാണ് എന്നെ നിയന്ത്രിക്കുന്നത്. ആ റബ്ബാണ് മരണവും ജനനവും തീരുമാനിക്കുക. ആ റബ്ബാണ് തീരുമാനിക്കുക. ആ വിശ്വാസം കൊണ്ട് അള്ളാഹ് അവിടെ സഹായിച്ചു. തീയിനോട് അള്ളാഹ് കൽപ്പിക്കുകയാണ്, അല്ലയോ തീയെ ബർദം വസ്സലാമ, നീ കുളിരേക്, ശാന്തതയേക്, സമാധാനമേക്. തീയിന്റെ ധർമ്മം എന്താ? തീയിന്റെ ധർമ്മം കരിച്ചു കളയലാണ്. തീയിന്റെ ധർമ്മം ചൂടാക്കി നശിപ്പിക്കലാണ്. ആ തീയിനോട് അള്ളാഹ് കൽപ്പിക്കുകയാണ്. ഈമാനിന്റെ അങ്ങേയറ്റത്തെ അചഞ്ചലത കണ്ടിട്ട്, ദൃഢമായ ഈമാൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൽ കണ്ടിട്ട് അള്ളാഹ് പ്രകൃതി നിയമത്തെ പോലും മാറ്റിക്കൊടുത്തതാണ്. ഇത് ഈമാനുള്ളവർക്ക് അള്ളാഹ് നൽകുന്നതാണ്, ഫലസ്തീനിൽ നൽകുന്നത് പോലെ. മൂസാ നബി അലൈഹി സ്വലാം ധൈര്യപൂർവ്വം ചെന്നു. ചെങ്കടൽ മുമ്പിലുണ്ടെന്നറിയാം, പക്ഷെ ഒരു കാല് പിന്നോട്ട് ഇടറിയിട്ടില്ല. എന്റെ റബ്ബ് സഹായിക്കും, അവന്റെ വഴിയിലാണ് ഞാൻ, അവനാണ് കാര്യങ്ങൾ തീരുമാനിക്കുക എന്ന ഉറച്ച ബോധ്യവും വിശ്വാസവും ഉള്ളത് കൊണ്ടാണ് ആ ചെങ്കടൽ അങ്ങനെ പിളർന്നു കൊടുക്കുകയാണ്. പ്രകൃതി നിയമത്തിന് വിരുദ്ധമാണ്. കടല് പിളരെ ഞങ്ങളൊന്ന് ആലോചിച്ചു നോക്കി, പക്ഷെ അത് പിളർന്നു. സാക്ഷാൽ റബ്ബ് അത് പിളർത്തി കൊടുത്തു എന്നുള്ളതാണ്. ഇങ്ങനെ ഈമാനിന്റെ ജീവിച്ച ധാരാളം അനുഭവങ്ങൾ അമ്പിയാക്കളുടെ, പൂർവികരുടെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് കാണാനും വായിച്ചെടുക്കാനും സാധിക്കുമെന്നുള്ളതാണ്. ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നമ്മൾ കേട്ടതല്ലേ? അങ്ങനെ ചാട്ടവയർ കൊണ്ട് ആ മരുഭൂമിയിൽ പൊള്ളുന്ന വെയിലത്ത് അടിച്ചടിച്ചടിച്ച് ഒരംശം പോലും പതറിയില്ല. വാക്കുകൾ വീണ്ടും ഒരു അഹദ് അഹദ് എന്ന് വീണ്ടും പ്രഖ്യാപിച്ചതാണ്. ഹൃദയത്തിനകത്ത് അല്ലാഹ്ക്കാണ് സ്ഥാനം എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ഈ വർഷം ഗൗരവത്തിൽ ആലോചിക്കണം. വിശേഷിച്ച് നമ്മൾ ജീവിക്കുന്ന സാഹചര്യം ഏതാണ്? നമ്മുടെ സാമൂഹിക അവസ്ഥ എന്താണ്? നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യൻ ഭരണകൂടമാരാണ്. ഭീഷണികളുടെയും കൊലകളുടെയും വംശഹത്യകളുടെയും ഒക്കെ ഒരു കാലത്ത് നമ്മൾ ജീവിക്കുമ്പോ നമുക്കൊരു പ്രതീക്ഷയുണ്ടാവണം. നമ്മൾ ആരും ഭീരുക്കളാവരുത്. നമ്മൾ ഇടപെടേണ്ടോടത്ത് നമ്മൾ ഇടപെടണം. നമ്മൾ മുസ്ലിമാണെന്ന് അഭിമാനത്തോടുകൂടി എണീറ്റ് പറയാനുള്ള ധൈര്യം നമുക്കുണ്ടാവണം. അപ്പോൾ അത് നമ്മളെ സഹായിക്കുള്ളൂ. അല്ലെങ്കിൽ ജീവനൊരു അസ്വസ്ഥത ഉണ്ട്, എന്റെ കുടുംബം ഇതൊന്നും നമ്മുടെ കുടുംബം ഒന്നും നമ്മളല്ല നോക്കുന്നത്. നമ്മുടെ കുടുംബം, നമ്മുടെ ജീവൻ, ഇതൊന്നും നമ്മുടെ സംരക്ഷണത്തിലല്ല. അങ്ങനെ നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ നമുക്ക് ഉള്ളിലുള്ള അസ്വസ്ഥത ഉണ്ടെങ്കിൽ, ഞാൻ ഉറച്ചു പറയുന്നു, അത് ഈമാനിന്റെ ദൗർബല്യമാണ്. അത് ഈമാനിന്റെ ദൗർബല്യമാണ്. നേരത്തെ ഞാൻ ഈമാനിന്റെ ലക്ഷണങ്ങളും മധുരവും ഒക്കെ ഞാൻ എണ്ണി പറഞ്ഞു. അതിൽ പ്രവാചകൻ പഠിപ്പിച്ച ഒരു കാര്യമാണ്, എല്ലാം അല്ലാഹുവാണ് തീരുമാനിക്കുന്നത്. ഒരനക്കം ഭൂമിയിൽ ഒരു ഇല പോലും ഞെട്ടിപൊട്ടി വീഴുന്നില്ല.
അള്ളാഹു അറിയാതെ എന്ന് പറഞ്ഞാൽ എല്ലാം അള്ളാഹിന്റെ കൺട്രോളിലാണെന്നുള്ളതാണ്. അതുകൊണ്ട് ബിലാലിന് സാധിച്ചതുപോലെ, ബിലാൽ റളിയല്ലാഹുവിന് സാധിച്ചതുപോലെ, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് സാധിച്ചതുപോലെ ഫലസ്തീൻ ജനത ജീവിച്ചു കൊണ്ടിരിക്കുന്ന സംഘമാണ്. ആ ജനതക്ക് സാധിക്കുന്നത് പോലെ നമ്മുടെ രാജ്യത്ത് നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമ്മുടെ പള്ളികൾ പോയിക്കൊണ്ടിരിക്കുകയാണ്, നമ്മുടെ വഖഫ് സ്വത്തിൽ കൈവച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അഭിമാനത്തിനും നമ്മുടെ സ്ഥാപനത്തിനും മുസ്ലിം കർത്തൃത്വമുള്ള സംഘടനകളെയും ഒക്കെ നിരോധിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. പക്ഷെ നമ്മളെ ഈമാൻ വർദ്ധിക്കേണ്ട സന്ദർഭമാണ്. അങ്ങനെയാണ് സഹാബികൾക്ക് ഉണ്ടായത്. ശത്രു സംഘം ഇങ്ങനെ ശക്തിപ്പെട്ടു വരുമ്പോ അവർ തിരിച്ചങ്ങോട്ട് അതിനേക്കാൾ പിറകോട്ടോടിയാൽ, പിറകോട്ട് പോയാൽ, ആശങ്കപ്പെട്ടാൽ, ഭീരുത്വം രൂപപ്പെട്ടാൽ അത് നമ്മൾ ഈമാനിന്റെ ദൗർബല്യമാണ്. അതുകൊണ്ട് നമ്മുടെ ജീവനും ജീവിതവും ഒക്കെ തീരുമാനിക്കുന്ന അള്ളാഹു നമ്മുടെ മുമ്പിൽ ഒരു പരീക്ഷണ ഘട്ടത്തെ രൂപപ്പെടുത്തിയാൽ വിശ്വാസം കൊണ്ട് അതിജയിക്കാനും അതിജീവിക്കാനും കരുത്തു നേടുക എന്നുള്ളത് നമ്മുടെ വിശ്വാസപരമായ ബാധ്യതയാണ്. അതിൽ ദൗർബല്യങ്ങൾ വന്നു പോവരുത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ രാജ്യത്ത് ഇപ്പൊ ഈ റമദാന്റെ 15 ദിവസം ഹാരിസ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ അത്താഴത്തിന് ക്യൂ നിൽക്കെ വെടിവെച്ചു കൊല്ലുകയാണ്. മുസ്ലിം ആയതിന്റെ പേരിലാണ്. ആർക്കും ഒരു പ്രശ്നമല്ല. ആർക്കും ഒരു 22 ദിവസം മാത്രം പ്രായമുള്ള ഒരു പിഞ്ചു കുഞ്ഞി പദപ്പിന്റെ ഉള്ളിൽ കിടന്നുകൊണ്ടിരിക്കെ അധികാരത്തിന്റെ ബൂട്ടുകൊണ്ട് ചവിട്ടിക്കൊന്ന വാർത്ത നമ്മൾ കണ്ടതാണ്. തറാവി നമസ്കാരം വരുമ്പോ കത്തി കൊണ്ട് ഭീഷണിപ്പെടുത്തുന്നു, ജയ് ശ്രീറാം വിളിക്കാൻ ആവശ്യപ്പെടുന്നു. ഞാൻ സൂചിപ്പിച്ചു വരുന്നത്, ഇങ്ങനെ വളരെ സങ്കീർണമായ ഒരു ഭരണകൂട വ്യവസ്ഥയും ഒരു വംശബോധവുമുള്ള രാജ്യത്ത് നമ്മുടെ ഈമാനിനെ ശക്തിപ്പെടുത്തുകയാണ് വേണ്ടത്. നമുക്ക് നമ്മുടെ ജീവൻ ഒരു പേടിയും ഉണ്ടാവില്ല. ഈ വിശുദ്ധ റമദാനിനെയും ഈ ഭവനത്തെയും സാക്ഷി നിർത്തി ഇവിടെ കൂടിയിട്ടുള്ള വിശ്വാസികളോട് ഞാൻ പറയുന്നു, നമുക്ക് അങ്ങനെയുള്ള ഒരു അങ്കലാപ്പോ ആശങ്കയോ അസ്വസ്ഥതയോ നമ്മുടെ ജീവിതത്തെ കുറിച്ച് ഉണ്ടാവരുത്. നമ്മളെ സഹായിക്കുന്നതും നമ്മളെ നിലനിർത്തുന്നതും നമ്മളെ വളർത്തുന്നതും ജീവിപ്പിക്കുന്നതും എല്ലാം സാക്ഷാൽ അള്ളാഹുവാണ് എന്ന ഉറച്ച ബോധ്യം നമുക്കുണ്ടാവണമെന്നുള്ളതാണ്. ആ അർത്ഥത്തിൽ ഈമാൻ ഇങ്ങനെ പുതുക്കാനും ഈമാനിന്റെ മധുരം അനുഭവിക്കാനും ഈമാനിന്റെ ശക്തി, ഞാൻ പറഞ്ഞല്ലോ, ആദ്യം പറഞ്ഞൊരു വചനത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധ കൊണ്ട് ഞാൻ അവസാനിപ്പിക്കാൻ. ഈമാൻ ഒരിക്കലും കേവലമായ ഒരു നമസ്കാരത്തിലോ അനുഷ്ഠാനത്തിലോ ഉള്ളതല്ല, മറിച്ച് അത് പലതരത്തിലുള്ള പ്രവർത്തനങ്ങളാണ്. അള്ളാഹു കൽപ്പിച്ചത് നിർവഹിക്കലും അള്ളാഹു നിരോധിച്ചതിൽ അകന്നു നിൽക്കലുമാണ്. ഒന്നാമത് ഹൃദയത്തിൽ വിശ്വസിക്കലാണ്. രണ്ടാമത്തെ ആ വിശ്വാസം നാവുകൊണ്ട് എവിടെ ആരുടെ മുമ്പിലും പറയലാണ്. മൂന്നാമത്തെ ഒരു ഭീരുത്വമില്ലാതെ അതിനനുസരിച്ച് എണീറ്റ് നിന്ന് ജീവിക്കലാണ്. അങ്ങനെ ഈമാൻ പ്രകടമായ സ്വഭാവത്തിൽ ദൗർബല്യങ്ങൾ വന്നു ചേരാതെ ശക്തിയുള്ള ഷാർപ്പായ മൂർത്ത കൃത്യതയുള്ള ഈമാനിന്റെ ഉടമകളായി, വിശ്വാസികളായി, അടിമകളായി മാറാൻ നമുക്ക് സാധിക്കണം. പടച്ച റബ്ബ് ആ അർത്ഥത്തിലുള്ള വിശ്വാസി സമൂഹത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പരിശുദ്ധമായ ഭവനത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. നമ്മൾ നോമ്പെടുത്തിട്ടാണ് ഇരിക്കുന്നത്. പടച്ച റബ്ബ് ഈ പങ്കുവച്ചതും കേട്ടതും ഈ ഇരുത്തവുമെല്ലാം ഒരു വലിയ സൽക്രമമായി സ്വീകരിക്കുമാറാകട്ടെ. നാളെ റബ്ബിന്റെ മുമ്പിൽ വളരെ സന്തോഷപൂർവ്വം കടന്നു ചെന്ന് അങ്ങനെ റയ്യാൻ എന്ന ഒരു സ്പെഷ്യൽ കവാടത്തിലൂടെ അള്ളാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിലേക്ക് കടന്നു ചെല്ലുവാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് ആളുകൾ രോഗങ്ങളാൽ പ്രയാസപ്പെടുന്നവരുണ്ട്. പടച്ച റബ്ബ് അവരുടെ എല്ലാവരുടെയും രോഗങ്ങൾക്ക് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാനസിക പ്രയാസങ്ങളും സാമ്പത്തിക പ്രതിസന്ധികളും ഉള്ളവരുണ്ട്. അള്ളാഹു അതെല്ലാം അവർക്ക് ദൂരീകരിക്കുകയും ലഘൂകരിക്കുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് ആളുകൾ വലിയ രോഗികളാണ്. പടച്ച റബ്ബ് അവർക്കെല്ലാം പൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات طيب ثراءهم واجعل الجنة مأواهم. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين وأذل الكفر والكافرين وأذل النفاق والمنافقين. اللهم ربنا تقبل منا دعاءنا وركوعنا وسجودنا وصلاتنا وقيامنا وسائر أعمالنا يا رب العالمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله على محمد وصلى الله عليه وسلم. والسلام عليكم